السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സൂറത്ത് അംബിയ 46 മുതലുള്ള ആയത്തുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولئن مستهم نفحة من عذاب ربك ليقولن يا ويلنا إنا كنا ظالمين. ونضع الموازين القسط ليوم القيامة فلا تظلم نفس شيئا وإن كان مثقال حبة من خردل أتينا بها وكفى بنا حاسبين. ولئن مستهم نفحة من عذاب ربك ليقولن يا ويلنا إنا كنا ظالمين. ونضع الموازين القسط ليوم القيامة فلا تظلم نفس شيئا وإن كان مثقال حبة من خردل أتينا بها وكفى بنا حاسبين. കഴിഞ്ഞ ആയത്തുകളിൽ പഠിച്ചത് മക്കയിലുള്ള അവിശ്വാസികളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളായിരുന്നു. അവരുടെ ഇലാഹുകൾക്ക് പടച്ചറബ്ബ് നൽകുന്ന ശിക്ഷകളെ തടയുവാനുള്ള ശേഷിയുണ്ടോ, അവർക്ക് അവരെ തന്നെയും സഹായിക്കാൻ കഴിയില്ല, പിന്നെയല്ലേ ഇവരെ അവർ സഹായിക്കുക. യഥാർത്ഥത്തിൽ അവർ തലമുറകളായി അങ്ങനെ സുഖിച്ചും ജീവിച്ചും കഴിഞ്ഞു പോന്നു. അങ്ങനെ പടച്ച റബ്ബിനെ മറക്കുകയാണ് അവർ ചെയ്തത് എന്നതാണ് റബ്ബ് അവിടെ ഓർമ്മപ്പെടുത്തിയത്. ശേഷം പറഞ്ഞു, നബിയെ നിങ്ങൾ പറയുക, ഞാൻ നിങ്ങളോട് താക്കീത് ചെയ്യുന്നത് ബിൽ വഹ്യി, വഹ്യ് പ്രകാരം മാത്രമാണ് ഞാൻ നിങ്ങളോട് താക്കീത് ചെയ്യുന്നത്. പക്ഷേ ബദരീന്മാരായ ആളുകൾ അവർക്കൊരിക്കലും വിളി കേൾക്കാൻ കഴിയുകയില്ലല്ലോ. എന്നതുപോലെ ഇവർ എത്ര വിളിച്ചാലും എത്ര പറഞ്ഞെടുത്താലും ഇവർക്കത് മനസ്സിലാവുകയില്ല എന്നർത്ഥം. എന്നാൽ അങ്ങനെയൊക്കെ ധിക്കാരം കാണിച്ച് പ്രവാചകർക്കെതിരായി പോകുന്ന ഈ ആളുകൾ അവിടെ അത്ര വലിയ ശക്തന്മാരൊന്നുമല്ല. ഒരു വലിയ ബമ്പ് പറയുകയും വലിയ ധിക്കാരം കാണിക്കുകയും അഹങ്കാരം കാണിക്കുകയും ചെയ്യുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ പടച്ച റബ്ബിന്റെ അദാബെങ്ങാനും വന്നാൽ അതിൻ്റെ ഒരു ലവലേശം വരുമ്പോഴേക്ക് അവരുടെ എല്ലാം അവസാനിക്കും. അതാണ് ഈ ആയത്ത് പോലെ ഇമ്മസത്തുഹും
നഫ്ഹത്തും മിൻ അദാബി റബ്ബിക ലയഖൂലുന്ന യാ വൈലനാ ഇന്നാ കുന്നാ ളാലിമീൻ വലഇം മസ്സത്തുഹും അവരെങ്ങാനും ബാധിച്ചാൽ മസ്സ ബാധിച്ചു സ്പർശിച്ചു വലഇം മസ്സത്തുഹും അവരെ ബാധിച്ചാൽ എന്തു ബാധിച്ചാൽ നഫ്ഹത്തും മിൻ അദാബി റബ്ബിക നിന്റെ റബ്ബിന്റെ അദാബിൽ നിന്നുള്ള ഒരു വളരെ ചെറിയൊരു ഭാഗം അവരെ ബാധിച്ചാൽ ലയഖൂലുന്ന തീർച്ചയായും അവർ പറയുക തന്നെ ചെയ്യും യാ വൈലനാ ഇന്നാ കുന്നാ ളാലിമീൻ യാ വൈലനാ ഞങ്ങളുടെ നഷ്ടമേ ഇന്നാ കുന്നാ ളാലിമീൻ തീർച്ചയായും ഞങ്ങൾ അക്രമികളായിരുന്നു എന്നവർ ഏറ്റുപറയുന്ന ഘട്ടമുണ്ടാകും. ശിക്ഷയുടെ ചെറിയൊരു ഭാഗം എന്തെങ്കിലും ഒരു അദാബ് അതങ്ങ് വരുമ്പോഴേക്ക് ഇവരെ എല്ലാ വമ്പത്തരവും ഈ ധിക്കാരവും അഹങ്കാരവും ഇതെല്ലാം അവിടെ അവസാനിക്കും എന്നർത്ഥം. സ്പർശിക്കുക, തൊടുക, ബാധിക്കുക എന്നൊക്കെയാണ് മസ്സ എന്ന വാക്കിന് അർത്ഥം. പലപ്പോഴും പഠിച്ച വാക്കാണ്. ശരിക്ക് അതിനാശയിനാണ്, ഏറ്റവും ചെറിയ സംഗതിക്കാണ് നഫ്ഹത്ത് എന്ന് പറയുക. സാധാരണ ഈ അത്രയൊക്കെ ഉണ്ട്, നമ്മളിങ്ങനെ ഒന്ന് തോണ്ടിട്ട് ഒന്ന് തേച്ചു കൊടുക്കുക, അതിന് സാധാരണ നഫ്ഹും മിനൽ മിസ്ക് എന്ന് പറയാം. സാധാരണ സെന്റ് കച്ചവടക്കാരത്തേക്ക് പോയിരുന്നാല് ഒന്നിങ്ങാണ്ട് പെട്ടിത്തരും, അത് നഫ്ഹ്, അതിൽ നിന്നാണ് ഈ പദം ഉപയോഗിക്കപ്പെട്ടു പോകുന്നത്. നഫ്ഹത്തും മിനൽ മിസ്ക്, അതാണ് അദ്നാ ശൈഇൻ, എത്ര ചെറിയ ഒരു കാര്യം എന്നർത്ഥം. അപ്പൊ ഇവരിപ്പോ വലിയ വർത്താനം പറയും, അവര് ഭയങ്കര വലിപ്പത്തിലും മമ്പത്തിലൊക്കെ പറയും നബിക്കെതിരെ. പക്ഷേ റബ്ബിന്റെ അദാബെങ്ങാനും ഒരല്പം വന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കതാ അവര് പേടിച്ചു ബേജാറായി അവര് പറയും യാ വൈലനാ ഇന്നാ കുന്നാ ളാലിമീൻ. അത്രയുള്ളവരൊക്കെ എന്നർത്ഥം. അത് താങ്ങാനൊന്നുമുള്ള ശേഷി ഇല്ല. അത് നരകശിക്ഷയാണെങ്കിലും ശരി, ഇനി അതെല്ലാം ദുന്യാവിൽ റബ്ബ് നൽകുന്ന അദാബാണെങ്കിലും ശരി, അത് മനുഷ്യന് അത്രയേ ഉള്ളൂ. ഒരു വലിയ എത്ര വലിയ ഊക്ക് പറഞ്ഞാലും ഭയം വന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോ സംബന്ധിച്ച് എല്ലാം കഴിഞ്ഞു. അത് ഇപ്പോഴും നമ്മള് ഇപ്പൊ നടക്കുന്ന യുദ്ധങ്ങളിൽ കാണുന്നുണ്ട്. വലിയ വർത്താനം പറഞ്ഞ വരെ ഇപ്പോ വീടടക്കം ഒഴിവാക്കി ബങ്കറിൽ പോയി താമസിക്കുകയാണ് ബേജാറായിട്ട്. അപ്പൊ അത്രയേ ഉള്ളൂ. പടച്ച റബ്ബ് കൊടുക്കുന്ന അദാബാണെങ്കിൽ അതിന്റെ ഒരു നഫ്ഹത്ത്, ഒരു ലവലേശം അവരെ ബാധിച്ചാൽ പോലും അതോടുകൂടി ലയഖൂലുന്ന അവര് പറയുക തന്നെ ചെയ്യും. ലയഖൂലുന്ന ല എന്ന് പറഞ്ഞാൽ തീർച്ചയായും, ഇന്ന തീർച്ചയായും, ലയഖൂലുന്ന അവര് പറയുക തന്നെ ചെയ്യും യാ വൈലനാ ഞങ്ങളുടെ നാശമേ കഷ്ടമേ, ഇന്ന തീർച്ചയായും ഞങ്ങളായിരുന്നു ളാലിമീൻ അക്രമികളായിരുന്നു എന്നവർ പറയുക തന്നെ ചെയ്യും. വനളഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, വനളഉ നാം സ്ഥാപിക്കും, വലഅയലഉ വെക്കുക, സ്ഥാപിക്കുക, വനളഉ നാം സ്ഥാപിക്കും, അൽ മവാസീന മീസാനുകൾ നാം സ്ഥാപിക്കും, അൽ ഖിസ്ത നീതിപൂർവമുള്ള മീസാൻ, അദൽ പ്രകാരമുള്ള മീസാൻ നാം സ്ഥാപിക്കും. പരലോകത്ത് ഇവരുടെ എല്ലാം തൂക്കി കണക്കാക്കാൻ പറ്റുന്ന മീസാൻ നാം അവിടെ സ്ഥാപിക്കും. ക്രിസ്തുന് നീതി എന്നർത്ഥമുണ്ട്, മറ്റർത്ഥമുണ്ട്. എപ്പോഴും പറഞ്ഞതാണ്. എന്താണ് ക്രിസ്തു? രണ്ടർത്ഥമുണ്ട്. അല്ല, അനീതി, നീതി എന്നും അനീതി എന്നും അർത്ഥമുണ്ട് ക്രിസ്തുന്. വിപരീതാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന പദമാണ്. പ്രയോഗിക്കുന്ന സന്ദർഭം അനുസരിച്ച് അതിന് അർത്ഥം മാറും. സൂറത്തുൽ ജിന്നിൽ അല്ലാഹു പറഞ്ഞു അമ്മൽ ഖാസിതൂന ഫകാനു ലിജഹന്നമ ഹതബ, ഖാസിതീങ്ങൾ നരകത്തിന്റെ വിറകാകുന്നു. അപ്പോൾ അവിടുത്തെ ഖാസിത്ത് എന്താണ്? അനീതിയാണ്. ഇവിടെ മവാസീനൽ ഖിസ്ത, ഖിസ്തായ മീസാനുകൾ, അവിടെ നീതി എന്നാണ് അർത്ഥം. ഒരേ വാക്കിന് വിപരീതാർത്ഥങ്ങൾ, നീതി എന്നും അനീതി എന്നും അർത്ഥം പറയുന്ന വാക്കാണ് ഖിസ്ത് എന്ന പദം. വനളഉൽ മവാസീന, വനളഉ നാം സ്ഥാപിക്കും, വലഅ യലഉ നാം സ്ഥാപിക്കും, അൽ മവാസീന മീസാനുകൾ നാം സ്ഥാപിക്കും. മീസാൻ എന്നൊക്കെ ഒന്നാണ്, പക്ഷെ ഒരുപാട് ആൾക്കുണ്ട് മീസാൻ, ഒരുപാട് അമലിനുണ്ട് മീസാൻ. അത് പരിഗണിച്ചുകൊണ്ടാണ് മവാസീൻ എന്ന് ഉപയോഗിക്കുന്നതാണ്.
മീസാനുകളെ നാം സ്ഥാപിക്കും. അൽ ഖിസ്ത, നീതിപൂർവമുള്ള നീതിപരമായ മീസാൻ നാം സ്ഥാപിക്കും. ലിയൗമിൽ ഖിയാമ, അന്ത്യനാളിൽ നീതി പ്രകാരമുള്ള മീസാൻ നാം സ്ഥാപിക്കും. ഫലാ തുദ്ലമു നഫ്സുൻ ശൈആ, ഫലാ തുദ്ലമു, ദുൽമു ചെയ്യപ്പെടുക ഇല്ല, നഫ്സുൻ, ഒരാളും തന്നെ, ശൈഅൻ, യാതൊരു ദുൽമും ഒരാളോടും ചെയ്യപ്പെടുക ഇല്ല. എല്ലാവർക്കും പരിപൂർണമായ നീതിയാണ്, ആരോടും അനീതിയില്ല. ചെയ്യാത്തൊരു കാര്യം അവന്റെ പേരിൽ ആ മീസാനിൽ വെക്കപ്പെടുകയില്ല. തൂക്കത്തിൽ കൃത്രിമത്തല്ല. ഓൻ അമൽ തൂക്കുമ്പോ എവിടെയെങ്കിലും ഒരു കൃത്രിമത്വം, ഓൻ ചെയ്ത നന്മക്ക് ദേശം തൂക്കം കുറക്കുക, തിന്മക്ക് ദേശം തൂക്കം കൂട്ടുക, അതൊന്നുമില്ല. ന്യായപ്രകാരം അവൻ എന്താണോ കിട്ടേണ്ടത് അതവിടെ കാണുക തന്നെ ചെയ്യും. നബി തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, ആ മീസാന്റെ പ്രത്യേകത എത്ര ചെറിയ കാര്യവും അതിൽ തൂക്കാൻ കഴിയും, അതേപോലെ എത്ര വലിയ തൂക്കവും അതിൽ തൂക്കാൻ പറ്റും. ആകാശഭൂമികൾ വരെ വെച്ചാലും തൂക്കാൻ കഴിയുമെന്നാണ് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നത്. ദുനിയാവിൽ സാധാരണ ചെറുത് തൂക്കുന്ന തുലാസ് വലുത് വെക്കാൻ പറ്റില്ല. വലുത് വെക്കുന്നതിന് ചെറുതും വെക്കാൻ പറ്റും. സ്വർണം തൂക്കുന്ന തുലാസ് വേറെയാണ്, അതിനെ കൊണ്ട് കണ്ട് അരി വെക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ഇത് എത്ര ചെറുതും തൂക്കാം, ആകാശഭൂമികൾ വരെ തൂക്കാനും പര്യാപ്തമാണ് ആ മീസാൻ. അത്തരം മീസാന് അവിടെ സ്ഥാപിക്കും. ഫലാ തുദ്ലമു നഫ്സുൻ ശൈആ, ഒരാളും യാതൊരു ദുൽമും ചെയ്യപ്പെടുക ഇല്ല. വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ, അതൊന്നുകൂടെ അല്ലാഹു വിശദീകരിച്ചാണ്. വഇൻ കാന, അതാണെങ്കിലും, അവൻ ചെയ്ത അമല് ആണെങ്കിലും ശരി, മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഒരു കടുകുമണി തൂക്കമാണെങ്കിലും ശരി. മിസ്ഖാൽ തൂക്കം, മിസ്ഖാല് തൂക്കം, ഹബ്ബത്ത് ഒരു ധാന്യം, ഖർദൽ കടക്, ഒരു കടകിന്റെ ധാന്യത്തിന്റെ തൂക്കമാണെങ്കിലും ശരി, ഒരു കടുകുമണിയോളം ആണെങ്കിലും ശരി, അതൈനാ ബിഹാ, നാം അത് കൊണ്ടുവരും. അതൈനാ, നാം കൊണ്ടുവരും, ബിഹാ, അതിനെ. അപ്പൊ എത്ര ചെറിയ അമലാവട്ടെ, അവൻ ചെയ്തത് വളരെ ചെറുതാണ്. സാധാരണ നമ്മൾക്ക് തൂക്കുമ്പോ അതൊക്കെ ഒഴിവാക്കണമല്ലോ, ദേശക്കാണ്ട് അസാല പോട്ടെ എന്ന് പറയും. ഇതതില്ല. അവൻ ചെയ്ത അമല് ഒരു കടകുമണി തൂക്കമാണെങ്കിലും ശരി, അതൈനാ ബിഹാ, നാം അത് കൊണ്ടുവരും. എത്ര ചെറിയ അമലും വളരെ നിസ്സാരമാണ് തോന്നിയാലും ശരി, അതൊക്കെ മീസാനില് വെക്കപ്പെടും എന്നർത്ഥം. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞത്, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ, നന്മയായ ഒന്നിനെയും നീ നിസ്സാരമായി കാണേണ്ടതില്ല. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ ത്വലീഖ്, പ്രസന്നമായ മുഖത്തോടു കൂടി നിന്റെ സഹോദരനെ അഭിമുഖിക്കുന്നതാണെങ്കിൽ പോലും, ഒരാളെ കാണുമ്പോൾ ചിരിക്കുന്ന വിഷയം പോലും അതുപോലെ നീ അങ്ങനെ നിസ്സാരമായി കാണേണ്ടതില്ല. അതൊക്കെ മീസാനിലേക്ക് വെക്കുന്നതാണ്, എത്ര ചെറുതും. അതാണ് ഇവിടെ പ്രയോഗിച്ച പ്രയോഗം, ഒരു കടുകുമണിയോളം തൂക്കമാണെങ്കിലും ശരി, അതൈനാ ബിഹാ, നാം അതിനെ കൊണ്ടുവരും. വകഫാ ബിനാ ഹാസിബീൻ, വകഫാ ബിനാ, നാം തന്നെ മതി, കഫാ മതി, ബിനാ നമ്മെ തന്നെ മതി, നാം തന്നെ മതി, ഹാസിബീൻ ഹിസാബ് ചെയ്യുന്നവരായി നാം തന്നെ മതി, വേറെ ആരും ആവശ്യമില്ല. ഈ കോടാനുകൂടി മനുഷ്യന്മാരും അവർ ചെയ്ത കോടാനുകൂടി കർമ്മങ്ങളും ഇതെല്ലാം കൂടി ഹിസാബ് ചെയ്യാനും മീസാനിൽ തൂക്കി കണക്കാക്കാനും വിചാരണ ചെയ്യാനും ഒക്കെ പടച്ചോൻ തന്നെ മതി. അതിനൊന്നും വേറെ ആരും ആവശ്യമില്ല. പടച്ച റബ്ബ് അതെല്ലാം ചെയ്യുമെന്നാണ്. എല്ലാവരെയും പെട്ടെന്ന് ചെയ്യുന്നവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് വേഗത്തിൽ ഹിസാബ് ചെയ്യുമെന്നൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. അതാണ് വകഫാ ബിനാ ഹാസിബീൻ, നാം തന്നെ മതി എല്ലാം ഹിസാബ് നടത്തുവാൻ. അത്ര കോടി മനുഷ്യന്മാരുണ്ടെങ്കിലും എന്തെല്ലാം അമലുണ്ടെങ്കിലും അതൊക്കെ ഹിസാബ് എടുത്താൻ അല്ലാഹു തആലയെ സംബന്ധിച്ച് എല്ലാം എളുപ്പമാകുന്നു. ആ റബ്ബിന്റെ മുമ്പിലേക്ക് ഇവരൊക്കെ വരും. അവിടെ അല്ലാഹുവിന്റെ അദാബ് ഉണ്ടാകും, നരകാഗ്നി ഉണ്ടാകും. അതൊന്ന് സ്പർശിക്കുമ്പോ കാണാം ഇവരുടെ ഈ ഒരു
വമ്പത്തരവും ഇവിടെ ഇപ്പോഴത്തെ ധിക്കാരവും ഒക്കെ ആ നരകം ഒന്നാണ് സ്പർശിക്കുമ്പോൾ കാണാം അവിടൊക്കെ എത്രമാത്രമുണ്ട്. അന്ന് ഒരിക്കൊന്നും പറയാണ്ടാവില്ല. അപ്പൊ എല്ലാം സമ്മതിക്കും, ഞങ്ങൾ ദുൽമ ചെയ്തു പോയി റബ്ബേ എന്ന് പറയും. പക്ഷേ പ്രയോജനമൊന്നുമില്ല. എന്നാൽ അവിടെ എല്ലാം ഈ പറയപ്പെട്ട എല്ലാം അവിടെ നബിയെ അതിനൊക്കെ പരിഹാരമുണ്ട്. അവിടെ അവൻ വിമർശിച്ചോട്ടെ, ആക്ഷേപിച്ചോട്ടെ, അവൻ നബിയോട് എന്തും പറഞ്ഞോട്ടെ, നബിയെ ഒന്നും കാര്യമാക്കണ്ട, ഖിയാമത്തുണ്ട്, അവിടെ മീസാനുണ്ട്, ക്രിസ്തു പ്രകാരമുള്ള മീസാനുണ്ട്, അവർ ഈ പറയുന്ന ഓരോന്നും അവിടെ മീസാനിൽ വരിക തന്നെ ചെയ്യും എന്ന് നബിയെ സമാധാനിപ്പിക്കലും ഇവർക്കൊരു വാണിങ്ങും താക്കീത് കൂടിയാണ് ഈ വചനങ്ങൾ. അല്ലാഹു അഅലം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولئن مستهم نفحة من عذاب ربك ليقولن يا ويلنا إنا كنا ظالمين ونضع الموازين القسط ليوم القيامة فلا تظلم نفس شيئا وإن كان مثقال حبة من خردل أتينا بها وكفى بنا حاسبين. سبحانك اللهم وبحمدك. السلام عليكم.